ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ ചായക്കടി ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചോറ് അങ്ങനെ തളിച്ചിട്ടുണ്ട്. നമുക്കിത് റൈസ് കുക്കർക്ക് മാറ്റി വെക്കാം. അത് ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫോ ചിക്കനോ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മളിവിടെ മേടിക്കുക, അല്ല ഉണ്ടാക്കുക, മേടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സാദാ ചോറും ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, അതുപോലെ രണ്ട് മണി ചെറിയ ജീരകം, വലിയ ജീരകം, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക, പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് നല്ല കട്ടിയില്ലാണ്ട് കനം കുറച്ചായിരുന്നു സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ സവാള നല്ലപോലെ ഈ ഒരു പരുവത്തിലാവണേ, നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം. ഇങ്ങനെ ആയാൽ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല കറുത്ത കളർ പോലെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ആയി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അത് ആക്കിയത്. അതൊന്നും ബദൽ പറയണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റല്ല ചതച്ചതാണ് ഇട്ടെടുത്തത്. അത് ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റി ഇതൊന്ന് നല്ല വെന്ത് കുഴഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇടാനുള്ളതാണ് നമ്മുടെ മസാലകൾ ഇട്ടാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 4 കുഞ്ഞ് ടീസ്പൂൺ ആട്ടോ, അതുകൊണ്ട് ഞാൻ 4 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ മുളക് ഇട്ടതുകൊണ്ട് ഞാൻ ഓവറായിട്ട് മുളക് പൊടി ഇടുന്നില്ല. കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ മാറി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇതിൽ തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബീഫൊക്കെയുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇവിടെ മസ്റ്റാണ്. കറിവേപ്പിൻ്റെ ഇല അതൊരു പരിപാടിയില്ല ഇവിടെ. അത് കണ്ട് നിങ്ങളാരും നട്ടണ്ട. കറിവേപ്പിൻ്റെ ഇല നമ്മളെ വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞി ആ ഒരു കപ്പിൻ്റെ ആട്ട വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു മൂടി വെച്ചിട്ട് ഒരു 5-6 ഒരു 8-10 കൂക്കിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ എത്ര കൂക്കാന്നൊന്നും ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓരോ ബീഫിനും ഓരോരോ വേവല്ലേ. അതുകൊണ്ട് അത് എത്ര ചെങ്ങളങ്ങോട്ട് കണക്കാക്കുക. അപ്പോൾ ഞാൻ 5 എന്നൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞത് 5 ഒന്നല്ല. 5 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 3-4 കൂക്കം അങ്ങോട്ട് കൂക്കിയിട്ടുണ്ടാവും കേട്ടോ വേവാൻ. അപ്പോൾ ഇപ്പോൾ വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇതിനിടയ്ക്ക് കറണ്ട് പോയി വന്നാൽ കേട്ടോ അത് ആ ഒരു മിന്നൽ. ഇത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് തൂമിക്കാം. എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ഇടില്ല. കുഞ്ഞുള്ളി, കറിവേപ്പിൻ്റെ ഇല പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായി നമ്മൾ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇട്ടാ. അപ്പോൾ ഇത് നല്ല കരിഞ്ഞൊന്നും പോവണ്ടേ. ഒരു ചെറിയൊരു ബ്രൗൺ കളറ് ഇങ്ങനെ മാറി വന്നാൽ മതി കേട്ടോ. അതേപോലെ എന്നിട്ട് കരിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ബീഫ് ഇതിലിട്ട് കൊടുക്കുക. ബീഫ് കണ്ടോ, ബീഫ് ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പക്ഷെ ഓരോ നാട്ടിൽ ഓരോരോ സ്റ്റൈല് അല്ലെങ്കിൽ ഓരോ രീതിക്കൽ അതിൽ ഇടുന്ന സാധനങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മലപ്പുറത്ത് തന്നെ പല രീതിക്കും ഇങ്ങനെ ബീഫ് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. തേങ്ങാ കുത്തൊക്കെ ഇട്ടിട്ടും വേറെ എന്തൊക്കെയോ കുറേ സ്റ്റൈലിൽ ഉണ്ടാക്കണവരുണ്ട്. പക്ഷെ അത് പലതും പല ടേസ്റ്റുണ്ട്. ഇപ്പം നമ്മളവിടെ തന്നെ നല്ല
കറുത്ത കരിക്കട്ടി പോലെ ഇരിക്കുന്ന ബീഫ് കറി ഉണ്ടാക്കുന്നത്, അതിന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചു അതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ബീഫ് ഉണ്ടാക്കാനെന്ന്, അങ്ങനെയൊന്നും വിചാരിച്ചരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഞാൻ ഇന്നെ പൊക്കി പറയാൻ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ബീഫ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഷെയർ ആക്കി തന്നു മാത്രം. പിന്നെ ലാസ്റ്റ് ഇതേ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞങ്ങൾക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെച്ചുകൊണ്ട് പറയില്ല, സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ മോരുകറി കേട്ടോ. മോരുകറി ഇന്നലത്തെ മോരുകറിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് മോരുകറി നല്ല കോമ്പിയല്ലേ, അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് അത് മതി വിചാരിച്ചു. പിന്നെ കുറച്ച് പപ്പടം, പിന്നെന്താ ഉള്ളി കച്ചമ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളെ കുക്കിംഗ്. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള നമ്മളുടെ അടുക്കളയുടെ ഒരിത് കുഞ്ഞടുക്കളയാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്താക്കാം, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ലാംഗ്വേജിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവും, നമ്മൾ മലപ്പുറംകാരല്ലേ. അപ്പോൾ ശരി, ടാറ്റ, നാളെ കാണാം കേട്ടോ, ബായ്.